രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ആവേശ കൊടുമുടിയിൽ വയനാട്. കോഴിക്കോട്ട് നിന്ന് അല്പസമയത്തിനകം രാഹുലും പ്രിയങ്കയും കൽപ്പറ്റയിലേക്ക് തിരിക്കും. റോഡ് ഷോ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ ദൂരവും സമയവും സുരക്ഷാ സേന ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉമ്മൻചാണ്ടിയും മുകുൾ വാസ്നിക്കും KC വേണുഗോപാലും PK കുഞ്ഞാലിക്കുട്ടിയും കൽപ്പറ്റയിലെത്തി. രാവിലെ 11:30 കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് സനോജ് സുരേന്ദ്രനും കോഴിക്കോട് വിക്രം മൈതാനിയിൽ നിന്ന് CV അനുമോദും രാഹുൽ വയനാട്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന SKMJ മൈതാനിയിൽ നിന്ന് വിനേഷ് കുമാറും കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് മനു ഭരതും കൽപ്പറ്റയിൽ നിന്ന് TJ ശ്രീലാലും ചേരുന്നു. ഏതായാലും വളരെ വിദഗ്ധ സംഘം തന്നെയാണ് രാഹുലിൻ്റെ മൂവ് മുഴുവൻ ട്രാക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഉള്ളത്. ആദ്യം സനോജിലേക്ക്. സനോജ്, ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം ഉള്ളത്. എപ്പോഴിറങ്ങും, അവിടെ നിന്നുള്ള റൂട്ട് മാപ്പ് എങ്ങനെ, ഗസ്റ്റ് ഹൗസിലുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, വിവരങ്ങൾ? ഗോപി, സർക്കാർ അതിഥി മന്ദിരത്തിൽ തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉള്ളത്. ഇവിടെ നിന്നും അല്പസമയത്തിനകം ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9 മണിയോടുകൂടി ഇറങ്ങും. ആദ്യം 8:30 ഇറങ്ങുമെന്നും പിന്നീട് അത് 9 മണിയോടുകൂടി ഇറങ്ങുമെന്നുമാണ് അറിയിച്ചിരുന്നത്. ഇതിനു മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നിന്നുമാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് യാത്ര തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള സ്വകാര്യ വാഹനങ്ങളും അദ്ദേഹത്തിന് അകമ്പടി സേവിക്കേണ്ട സർക്കാർ വാഹനങ്ങളുമൊക്കെ തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെയും മറ്റ് സുരക്ഷാ വിഭാഗത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. വാഹന വ്യൂഹമൊക്കെ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും സർക്കാർ അതിഥി മന്ദിരം പൂർണ്ണമായും പോലീസിൻ്റെയും SPGയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം ഇവിടെ നിന്നും തിരിക്കും. ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് മാർഗം 500 മീറ്റർ മാത്രം അകലെയുള്ള വിക്രം മൈതാനിയിലേക്കാണ് ആദ്യം എത്തിച്ചേരുക. അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്കും പിന്നീട് റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് നടക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ SPGയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നില്ല. അടുത്ത നേതാക്കൾക്ക് പോലും തന്നെ ഈ വിവരങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. രാവിലെ DCC പ്രസിഡന്റ് കൂടിയായ T സിദ്ദിഖ് നമ്മളോട് പറഞ്ഞിരുന്നത് 8:30 മണിയോടുകൂടി യാത്ര തിരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. കാരണം ഇവിടെ നിന്നും 8:30 യാത്ര തിരിച്ച് 9 മണിക്ക് മുന്നേ കൽപ്പറ്റയിൽ എത്തിച്ചേരണമെന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. എന്നാൽ അദ്ദേഹത്തിനോട് SPGയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ വിവരമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പോലും ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ വിവരമില്ല. ഉമ്മൻചാണ്ടിയും മുകുൾ വാസനിക്കും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര തിരിക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിൽ നിന്നുമെല്ലാം വിവരമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ഇവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് യാത്ര തിരിക്കുക. ഇതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഗോപി, സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ വിക്രം മൈതാനിലേക്ക്. സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഷനോജ്, റോഡ് സൈഡിലൊക്കെ രാഹുലിനെ കാത്ത ആൾക്കാരുണ്ടോ, പ്രവർത്തകരുണ്ടോ? അവിടുത്തെ ആവേശം എങ്ങനെയാണ്? അതോ കർശന സുരക്ഷയുടെ ഭാഗമായി നിശബ്ദമാണോ? ഗോപി, സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് കർശനമായ നിയന്ത്രണമുണ്ട്. നിരവധി ആളുകൾ, പാർട്ടി പ്രവർത്തകർ, അതായത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ രാവിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു. പക്ഷേ പല ആളുകൾക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജനപ്രതിനിധികൾക്ക് പോലും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. MK മുനീറിൻ്റെ വാഹന വ്യൂഹം ഇവിടേക്ക് പോലും കയറ്റിവിടാതെ സുരക്ഷാ സേന അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വ്യക്തമായ പാസുകളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉള്ളവർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായും പോലീസിൻ്റെയും SPGയുടെയും നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് കാര്യമായ പ്രവർത്തകർ എത്തിയിട്ടില്ല. ഇവിടെ പോലീസും മാധ്യമപ്രവർത്തകരും വളരെ ചുരുക്കം ചില കോൺഗ്രസ് പ്രവർത്തകരുമാണ് ഉള്ളത്. പക്ഷേ മറ്റ് ഇടങ്ങളിലെ സ്ഥിതി അതല്ല. അവിടെ ആവേശകരമായ സ്വീകരണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് 100 കണക്കിന് UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്തരമൊരു തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ഇവിടെ നമുക്ക് ഓരോ മേഖലയിലേക്കായി പോവാം. അടുത്തത് വിക്രം മൈതാനിലേക്ക്. അവിടെ നിന്ന് അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഇവിടെ നിന്ന് ഈ സനോജ് സൂചിപ്പിച്ച പോലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടാൽ മാക്സിമം ഒരു 10 മിനിറ്റ് അത്ര വേണ്ടി വരുള്ളൂ അല്ലേ വിക്രം മൈതാനിലേക്ക്? അവിടുത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ സ്ഥിതി എന്താണ്? ഗോപി, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പോലീസിൻ്റെ വലിയ ഒരു സംഘം തന്നെ ഇവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി SPGയും പോലീസും സുരക്ഷാ ചുമതലകളെല്ലാം തന്നെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ്, മറ്റിടങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥലമാണ് വിക്രം മൈതാനം. ഇവിടെ ഈ ഹെലിപാഡിലേക്ക് അധികം പേർക്ക് പ്രവേശനം നൽകി
നൽകിയിട്ടില്ല, അതിന് അനുവാദം നൽകിയിട്ടില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഹെലിപ്പാഡിനുള്ളിലേക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം പേരൊന്നും എത്തിച്ചേർന്നിട്ടുമില്ല. ഇത് കണ്ണൂർ കോഴിക്കോട് പ്രധാന പാതയാണ്. ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കിനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ വലിയ തോതിലുള്ള ജനക്കൂട്ടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാത്തത്. ഇവിടെ എത്തിച്ചേർന്ന പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസുകാരെയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ 500 മീറ്റർ മാത്രമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവ്യത്യാസം. അതുകൊണ്ട് തന്നെ അവിടുന്ന് യാത്ര തുടങ്ങിയാൽ 10 നിമിഷം കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരാവുന്ന ഒരു സാധ്യതയാണുള്ളത്. യാത്ര വൈകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കൽപ്പറ്റയിലെ റോഡ് ഷോ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അക്കാരണത്താലായിരിക്കും ഒരുപക്ഷെ യാത്ര വൈകുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് അദ്ദേഹം ഏകദേശം 10 മണിയോടെ മാത്രമേ വിക്രം മൈതാനത്തേക്ക് എത്തിച്ചേരൂ എന്നൊരു വിവരവും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. കാരണം SPG ഇക്കാര്യത്തിൽ വളരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം. ഒരുപക്ഷെ കൽപ്പറ്റയിലെ റോഡ് ഷോ എത്ര സമയം, എത്ര ദൈർഘ്യം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും പുറപ്പെടുക. കാരണം വിക്രം മൈതാനിൽ നിന്നും ഹെലികോപ്റ്ററിൽ പറന്നു ഉയർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് കൽപ്പറ്റയിൽ എത്താൻ സാധിക്കും. അപ്പോൾ നേരത്തെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് SPGയുടെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കാം. ആ ഒരു കാരണത്താലാകാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യാത്ര വൈകുന്നത്. കൽപ്പറ്റയിലെ റോഡ് ഷോയുടെ കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം വ്യക്തമായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യാത്ര അല്പസമയത്തിനകം തുടങ്ങുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ക്യാപ്റ്റൻ വിക്രം മൈതാനം. ഇതിൽ 3 ഹെലിപാഡുകളാണ് ഉള്ളത്. ഇതിൽ നമുക്ക് അറിയാനാകുന്നത് ആദ്യത്തെ ഹെലിപാഡിലായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. ഹെലികോപ്റ്റർ ഇതുവരെ എന്തായാലും എത്തിച്ചേർന്നിട്ടില്ല. സാധാരണ ഇത്തരം VIP-കളുടെ എല്ലാം വരവിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂർ മുമ്പെങ്കിലും ഹെലികോപ്റ്റർ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഇതുവരെ എത്തിച്ചേർന്നില്ല. അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ വരവ് ഏകദേശം, രാഹുൽ ഗാന്ധിയുടെ വിക്രം മൈതാനത്തേക്കുള്ള വരവ് ഏകദേശം രാവിലെ 10 മണിയോടെ തന്നെ ആയിരിക്കുമെന്ന് സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതെല്ലാം തന്നെ SPGയുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഒരു കൃത്യമായ സമയം നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഗോപി, അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വിക്രം മൈതാനിൽ നിന്നും. കോഴിക്കോട്ടെ അവസ്ഥ ഇതാണ്. ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ കർശന സുരക്ഷ. അവിടെ നിന്ന് പറക്കാനുള്ള വിക്രം മൈതാനിയിൽ നിന്നും അവിടെയും പോലീസ് സന്നാഹങ്ങൾ. ഇനി വന്നിറങ്ങുന്നത് SKMJ മൈതാനിയിലാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത്. അവിടേക്ക് നമുക്ക് വരാം. ഒന്നാമത് ഇപ്പോൾ കലക്ട്രേറ്റിൽ നിന്ന് മനു ഭരതും TJ ശ്രീലാലും ചെയ്യുന്നു. ശ്രീലാൽ, ഇപ്പോൾ ഒടുവിൽ അനുമോദം സൂചിപ്പിച്ചനുസരിച്ച് പറന്നുയരേണ്ട ഹെലികോപ്റ്റർ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞിട്ടും പിന്നെ ഒരു അരമണിക്കൂർ, ഇപ്പോൾ സമയം 9:08 അഥവാ വിക്രം മൈതാനിയിൽ ഹെലികോപ്റ്റർ എത്തിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. അതായത് ഒരു 10 മണിയൊക്കെ ആവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 11:30 നാമനിർദ്ദേശ പത്രിക എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് വ്യക്തമല്ല. ഇപ്പോൾ 10 മണിയോടുകൂടി ഇവിടുന്ന് പുറപ്പെടുള്ളൂ എന്ന് കരുതുന്നു. അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും വയനാട് അവിടുത്തെ കലക്ട്രേറ്റിനുമുള്ള അവസ്ഥ എന്താണ്? ഗോപി, വലിയൊരു ആഘോഷത്തിന്റെ മൂഡ് തന്നെയാണ് കളക്ട്രേറ്റിന്റെ പരിസരത്തിലുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ചെറുതും വലുതുമായ ജാഥകളായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ട്രേറ്റിന് മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം വിളിച്ച് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. ഇതിൽ അഭിവാദ്യം അർപ്പിച്ച് ഒരു സംഘം മടങ്ങുമ്പോൾ അടുത്ത സംഘം വീണ്ടും അഭിവാദ്യം അർപ്പിക്കാനെത്തുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി എത്തി ഇവിടെ വന്ന് അണിചേരുകയാണ്. ഈ കളക്ട്രേറ്റിന് മുന്നിലാണ് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ ചെറിയ ചെറിയ സംഘങ്ങളായി എത്തി വലിയ ആഘോഷങ്ങളിലേക്ക് മാറുന്നു. ഈ ചെറിയ ജാഥകൾ അവരിവിടെ എത്തി ഒന്നുചേർന്ന് വലിയ ജാഥകളിലേക്ക് മാറുന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇവിടെ കാണുന്നത്, ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും, അതായത് UDFന്റെ മുഴുവൻ രണ്ട് വിഭാഗത്തിന്റെയും കൊടികളുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രകടനം, അതോടൊപ്പം തന്നെ മറ്റ് ജാഥകൾ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ കളക്ട്രേറ്റിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. കളക്ട്രേറ്റിലേക്ക് ഒരാളെ പോലും കടത്തിവിടുന്ന രീതിയിലല്ല, അതായത് പാസ് ഇല്ലാത്ത ഒരാളെ പോലും കളക്ട്രേറ്റിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് തീരുമാനം. ഓരോ വ്യക്തിയും നേരത്തെ തന്നെ പ്രത്യേക സുരക്ഷാ പാസ് അവർക്ക് നൽകിയിരുന്നു. ആ പാസ് ഉണ്ടവർക്ക് മാത്രമേ കളക്ട്രേറ്റിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കളക്ട്രേറ്റിനുള്ളിലേക്ക് ഏതൊക്കെ വാഹനങ്ങൾ എത്തണം എന്നത് സംബന്ധിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെയുണ്ട്. ഞാൻ അല്പം മുമ്പ് കണ്ടത് ADMന്റെ വാഹനം ഏതാണ്ട് ഒരു 15 മിനിറ്റ് കളക്ട്രേറ്റിന്റെ പുറത്ത് തടഞ്ഞിട്ട് പരിശോധിച്ച് ആണ് കടത്തിവിട്ടത്. അത്രയ്ക്ക് ADMന്റെ വാഹനം പോലും തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന രീതിയിൽ അത്ര കൃത്യമായ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. കളക്ട്രേറ്റിന്റെ ഈ ഇടതുവശത്തോടെ മാത്രമേ കളക്ട്രേറ്റിൽ
കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഈ ഗേറ്റ് വഴി മാത്രമേ ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇവരെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. നേരത്തെ മുൻകൂട്ടി പാസ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ജീവനക്കാരാണെങ്കിൽ പോലും പ്രത്യേക പാസ് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഗേറ്റിലൂടെ കടന്നു പോകണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി നമ്പർ നൽകിയിട്ടുള്ള വാഹനങ്ങളെ മാത്രമേ ഈ ഗേറ്റിലൂടെ കടത്തിവിടുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 11:30 മുമ്പ് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന കാര്യം സംശയമില്ല. എപ്പോൾ രാഹുൽ ഗാന്ധി കോഴിക്കോട് നിന്നും വയനാട് കൽപ്പറ്റയിലേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? റോഡ് ഷോ ഉണ്ടാകുമോ? റോഡ് ഷോ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ റോഡ് ഷോ എത്ര ദൂരം ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ള ചെറിയ ആശയക്കുഴപ്പം നിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കളക്ടറേറ്റിന് ഏതാണ്ട് വലതുഭാഗത്തായി 200-300 മീറ്റർ അപ്പുറത്താണ് ഈ ഹെലിപാഡ് ഉള്ളത്. അവിടെയാണ് ലാൻഡിംഗ് പാഡ് ഉള്ളത്. ആ ലാൻഡിംഗ് പാഡിൽ നിന്നാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ലാൻഡിംഗ് പാഡിൽ ഇറങ്ങി രാഹുൽ ഗാന്ധി വലത്തേക്ക് തിരിഞ്ഞാൽ കളക്ടറേറ്റ് ആണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് അവിടെ നിന്ന് ഒരല്പം ഇടത്തേക്ക് പോയി പഴയ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡ് ഷോ നടത്തി ഇവിടേക്ക് വരാനുള്ള സാധ്യത. ഇതിനിടയിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി അങ്ങനെ റോഡ് ഷോ നടത്തിയ ശേഷമാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നതെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹം എത്താൻ സാധിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ ലാൻഡിംഗ് പാഡിൽ ഇറങ്ങി തൊട്ടടുത്തുള്ള സ്കൂൾ മൈതാനത്ത് ഇറങ്ങി അവിടെ നിന്ന് നേരെ കളക്ടറേറ്റിൽ വന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി ഈ ലാൻഡിംഗ് പാഡിലേക്ക് മടങ്ങുന്ന വഴി ഒരു ചെറിയ റോഡ് ഷോ നടത്തി പോകാം എന്നുള്ള ആലോചനയുമുണ്ട്. എന്തായാലും 10 മണിയോടെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. അതിലൊരു പക്ഷേ വൈകാൻ സാധ്യതയുണ്ട്. ഒരല്പം മുമ്പ് ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്നും ഒരു ഹെലികോപ്റ്റർ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് മടങ്ങിപ്പോയി. അതുപോലെ ഒരു ട്രയൽ റൺ വരെ കഴിഞ്ഞ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി നിൽക്കുന്നു. ഇനി ഏത് സമയത്തും രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തകരും ആ ആവേശത്തിൽ തന്നെയാണ്. വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് ഒഴുകുകയാണ് വയനാടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ. അതോടൊപ്പം തന്നെ വലിയ ആവേശമാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ഇവിടുത്തെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കോൺഗ്രസ് പ്രവർത്തകരിൽ മാത്രമല്ല ആവേശം ഞങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അതേ ആവേശത്തിലാണ്. ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഒരു പടി മുകളിൽ ഉള്ള ഒരു ആവേശവും ഒരു പ്രവർത്തനവും നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ വലിയ കൊടികളുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരെത്തുന്നു, കോൺഗ്രസ് പ്രവർത്തകരെത്തുന്നു, UDF പ്രവർത്തകരെത്തുന്നു. UDF ഒറ്റക്കെട്ടായി എന്നുള്ള ഒരു തലത്തിലേക്ക് തന്നെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റക്കെട്ടായി UDF രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ്. രാഹുലിനും പ്രിയങ്കയ്ക്ക് വേണ്ടി UDF കാത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ളത്. തീർച്ചയായും ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് മാറുകയാണ്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് 10 മടങ്ങ് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും ആകെ ആശയക്കുഴപ്പം പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എത്ര നീളമുണ്ടാകും, രാഹുൽ ഗാന്ധി എത്ര ദൂരം റോഡ് ഷോയിൽ പങ്കെടുക്കും, പ്രിയങ്ക ഗാന്ധി ഒപ്പം ഉണ്ടാകും. പക്ഷേ ഇവർ രണ്ടുപേരും എത്ര ദൂരം റോഡ് ഷോയിൽ പോകും എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ SPG പോലും അക്കാര്യത്തിലൊരു വ്യക്തമായ മറുപടി ആർക്കും നൽകുന്നില്ല. നമ്മൾ പല നേതാക്കളുമായി സംസാരിച്ചു. ഇവർക്ക് ആർക്കും തന്നെ എന്താകും രാഹുൽ ഗാന്ധി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നടപടി എന്താകും, രാഹുൽ ഗാന്ധി എത്ര ദൂരമാകും ഈ റോഡ് ഷോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ആവേശത്തിന് ഒരു കുറവുമില്ല വയനാട്ടിൽ, ആവേശത്തിന് ഒരു കുറവുമില്ല കൽപ്പറ്റയിൽ. ഇവിടെ ഒറ്റക്കെട്ടായുള്ള UDFിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് കാണുന്നത്. കൊടിയുടെ വിവാദങ്ങൾ ഇതൊന്നും ഇപ്പോൾ കൽപ്പറ്റയെ ബാധിക്കുന്നില്ല, ഇവിടുത്തെ UDF പ്രവർത്തകരെ ബാധിക്കുന്നില്ല. ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനും അതോടൊപ്പം തന്നെ അത്ര വലിയൊരു ഭൂരിപക്ഷം നൽകാതെ ഇത് ജയിപ്പിക്കാനും വേണ്ടിയുള്ള വലിയ ഒരു കാത്തിരിപ്പിൻ്റെ വക്കത്തിലാണ്. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഇന്ന് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ വെച്ചതാണ്. എവിടെ നിന്നായിരുന്നു? ഞാൻ ഊട്ടി തമിഴ്നാട് ഊട്ടി നീലഗിരി എന്നാണ്. എപ്പോൾ തിരിച്ചു? അവിടെ ഇന്ന് രാവിലെ തിരിച്ചു. രാവിലെ 5 മണിക്ക്. ഇവിടെ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തുമെന്നുള്ള രാഹുൽ ഗാന്ധി ഒരുപക്ഷെ റോഡ് ഷോ നടത്തിയേക്കില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. എത്ര വലിയൊരു ആവേശമാണ് ഇവിടെ ഉള്ളത്? ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതിൽ എത്ര വലിയ ആവേശമാണുള്ളത്? നല്ല ഒരു ഇതാണ്. ഈ ജനങ്ങളെ കണ്ടാൽ പിന്നെ അങ്ങനത്തെ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. ഈ ജനം ഇത് ആരവം കണ്ടാൽ അറിയാം എത്രത്തോളം ഞങ്ങളുടെ നേതാവിനെ എത്ര ഭൂരിപക്ഷം കിട്ടും. അത് 5 ലക്ഷത്തിലധികം. എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാന്ന് തന്നെ അവര് അഭിമാനമായിട്ട് കാണാൻ. അവര് എതിർ സ്ഥാനാർത്ഥി അവർക്ക് ഭൂരിപക്ഷം ചെയ്യാനും. അതാണ് ഗോപി, അതാണ് ഇവിടുത്തെ ഒരു വികാരം. എതിർ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നുള്ള ഒരു ആവേശം എതിർ സ്ഥാനാർത്ഥിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു പൊതുവികാരം. ഇവിടെ വളരെ പ്രായം ഒരു നേതാവ് നമ്മുടെ ഉണ്ട്. എന്താണ് പേര്? മത്തത്തി കാണാറ്. എന്താണ്, എവിടെ നിന്ന് വരുന്നു? മരുതോങ്കര, കോഴിക്കോട് ജില്ല. മരുതോങ്കര. രാഹുൽ ഗാന്ധിയെ കാണാനും ആരാർപ്പണം നടത്തണമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്.
മണ്ഡൽ പ്രസിഡന്റ് 58 കൊല്ലം മണ്ഡൽ പ്രസിഡന്റ്. ഓക്കെ. ആ ഇങ്ങനെ പ്രായമായ പ്രവർത്തകരും 38 വർഷം മണ്ഡലം പ്രസിഡന്റായിരുന്ന ഇതുപോലത്തെ പ്രവർത്തകർ, യൂത്ത് പ്രവർത്തകർ, ആബാലവൃദ്ധ ജനങ്ങളും ഇവിടെ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി എത്തുകയാണ് ഗോപി. വലിയ ആവേശം തന്നെയാണ്. ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളിൽ പുറത്തു വരുന്നതിനേക്കാൾ വലിയ ആവേശം തന്നെയാണ് നമുക്കിവിടെ കാണാൻ ശീല തിരിച്ചു വരാം. കാരണം ചുറ്റുവട്ടം നിൽക്കുന്ന ആൾക്കാരുടെ പ്രതികരണങ്ങൾ അത് വളരെ രസമുണ്ട്. കാരണം പലരും വയനാട്ട് മണ്ഡലത്തിൽ മാത്രമുള്ളവരല്ല, നീലഗിരിയിൽ നിന്ന് വന്നവരുണ്ട്, കോഴിക്കോട് നിന്ന് വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ആവേശകരമായ സ്വീകരണം നൽകാൻ പല ഭാഗത്തു നിന്ന് എത്തിയവരുണ്ട്. ഇനി എപ്പോൾ രാഹുൽ എത്തും എന്നുള്ളത് മാത്രമാണ് ചോദ്യം. അതുകൊണ്ട് വിനേഷിലേക്ക് വരുന്നു. വിനേഷിന്റെ നിൽക്കുന്നത് രാഹുൽ പറന്നിറങ്ങാൻ പോകുന്ന ഗ്രൗണ്ടിലാണ്. വിനേഷ്, കോഴിക്കോട് നിന്ന് മുതൽ പുറപ്പെട്ടതായിട്ട് സൂചനയില്ല. കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്ര സമയം വേണം വയനാട്ടിലെത്താൻ? ട്രയൽ റൺ അവിടുത്തെ ആ ഗ്രൗണ്ടിൽ പൂർത്തിയായോ? അവിടുത്തെ ഒരു ആവേശം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനേഷ്, കേൾക്കാമോ? വന്നിറങ്ങാൻ പോകുന്ന മൈതാനത്തിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ രീതിയിൽ ഒരു ട്രയൽ റൺ ഉണ്ട്, അത് പൂർത്തിയായി കഴിഞ്ഞോ? ഇപ്പോൾ ഞാനിതാ നിൽക്കുന്നതിന്റെ പുറകിൽ മുഴുവൻ ആളുകൾ കൂടി നിൽക്കുകയാണ്. കൽപ്പറ്റ നഗരം വരെ ഇത്തരത്തിൽ ആളുകൾ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ SKMJ മൈതാനത്താണ് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്നത്. ഹെലികോപ്റ്റർ ഇവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പരിസരമാണ് ഇപ്പോൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയാണ്. ഇവിടെ ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ റോഡ് ഷോ നടക്കും എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉമ്മൻചാണ്ടി നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരിക്കും റോഡ് ഷോ നടക്കുക. റോഡ് ഷോയിൽ മാറ്റമൊന്നുമില്ല എന്നും ഉമ്മൻചാണ്ടി ഔദ്യോഗികമായി തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിയോടുകൂടി തന്നെ ഈ പരിസരത്തിൽ ആളുകൾ എത്തിയിരുന്നു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും. അതായത് മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതായത് സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ, അതുപോലെ ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ, ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ജോസ് കെ മാണിയെ പോലുള്ളവരും അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന SKMJ മൈതാനത്തുള്ള ഹെലിപ്പാഡിലാണ് ഇവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അതിനുശേഷമാണ് എല്ലാവരും തന്നെ ഇപ്പോൾ DCC ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള മറ്റ് റോഡ് ഷോ അല്പസമയത്തിനകം ഇവിടെ നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം റോഡ് ഷോ ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് അല്പസമയം മുമ്പ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9:30 കോഴിക്കോട് നിന്ന് പുറപ്പെടാനാണ് സാധ്യത എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ 9:45 10 മണിക്കും ഇടയിലായിരിക്കും ഇവിടെ രാഹുൽ ഗാന്ധി എത്തുക. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നാണ് വാഹനമാർഗം, തുറന്ന വാഹനത്തിലായിരിക്കും അദ്ദേഹത്തെ ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഈ റോഡ് ഷോ നടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് ഈ 2 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പഴയ സ്റ്റാൻഡ് മുതൽ കൽപ്പറ്റയിലുള്ള, അതായത് കളക്ടറേറ്റ് വരെ ഈ 2 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും റോഡ് ഷോ. ഈ റോഡ് ഷോയുടെ ചെറു സംഘങ്ങളായി തന്നെ ഇപ്പോൾ തന്നെ നിരവധി പ്രകടനങ്ങളും അതുപോലെ തന്നെ മറ്റും ഇവിടെ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. പല ഭാഗങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധി കാണാനെത്തിയവരും പാർട്ടി പ്രവർത്തകരല്ലാത്തവരുമായ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേതാക്കളെല്ലാം തന്നെ രാവിലെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് കൽപ്പറ്റയിൽ കാണാനിരിക്കുന്നത്. കൽപ്പറ്റയിൽ ഒരു വയനാട് ഇതോടുകൂടി ഒരു ദേശീയ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമായി വയനാട് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രിയങ്കയുണ്ട് എന്നറിഞ്ഞതോടെ ആളുകൾ കൂടുതൽ ആവേശത്തിലാണ്. എന്തായാലും അദ്ദേഹം 9:30 അവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ 9:45 10 ഇടയിലായിരിക്കും ഈ SKMJ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന SKMJ മൈതാനത്ത് വന്ന് എത്തുക. ഗോപി, വിനേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനേഷ്, ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വലിയ ജനക്കൂട്ടം കേരളത്തിന്റെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് പോകാം. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഗസ്റ്റ് ഹൗസിലെത്തി എന്ന സൂചനയുണ്ട്. അവിടെ ചില ഒരുക്കങ്ങൾ നടക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് പോകാം. സനോജും കൂടി ചേരുന്നത്. സനോജ്, എന്താണ് അവിടെ ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്നത്? സനോജ്, കേൾക്കാമോ? ഗസ്റ്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തി എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരായിരിക്കും ഹെലികോപ്റ്ററിൽ രാഹുലിനോടൊപ്പം ഉണ്ടാവുക എന്ന സൂചനയുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഗോപി, അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സർക്കാർ അതിഥി മന്ദിരത്തിലേക്ക് കടന്നുപോയിരിക്കുന്നത്. ഇതിന് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സർക്കാർ അതിഥി മന്ദിരം എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗത്ത് കുറച്ച് പ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമൊക്കെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അവരോടൊക്കെ തന്നെ അവിടെ നിന്നും പൂർണ്ണമായി മാറണമെന്നും അവിടെ നിന്ന് ആളുകളെ ഒഴിവാക്കി ശേഷം സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയായി സർക്കാർ അതിഥി മന്ദിരത്തിൻ്റെ പ്രവേശന കവാടമൊക്കെ തന്നെ അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഏത് നിമിഷം
നിമിഷം വേണമെങ്കിലും ഇനി രാഹുൽ ഗാന്ധി സർക്കാർ ആദ്യമന്ദിരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്നും റോഡ് മാർഗം 500 മീറ്റർ മാത്രം ദൂരെയുള്ള വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അതിന് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്നും യാത്ര തിരിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഗോപി, ഗസ്റ്റ് ഹൗസിനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ അവിടെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു. പ്രവർത്തകരെ ആരെയും ആ പ്രദേശത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ടി വിയിൽ വലതുഭാഗത്ത് കാണുന്ന ദൃശ്യം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസാണ് നമ്മൾ കാണുന്നത്. ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടുമ്പോൾ രമേശ് ചെന്നിത്തല ഉള്ള രമേശ് ചെന്നിത്തല കൂടെ ഉണ്ടാവും എന്നാണ് വ്യക്തമാവുന്നത് ഹെലികോപ്റ്ററിൽ. അതിനുശേഷം വിക്രം മൈതാനിയിലേക്കും വിക്രം മൈതാനിയിൽ നിന്ന് മാക്സിമം 30 മിനിറ്റ് വയനാട്ടിലെ ഗ്രൗണ്ടിലേക്കും എത്തുമെന്നാണ്. വയനാട് വലിയ രീതിയിലുള്ള ആവേശമാണ്. വയനാട് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരുടെ ഒഴുക്കാണ് വയനാട്ടിലേക്ക്. കൽപ്പറ്റയിൽ നിന്നും മനു കൂടി ചേരുന്നു. മനു, അല്പം മുമ്പ് ശ്രീലാൽ പലരോടും സംസാരിച്ചിരുന്നു. അതിൽ പലര് നീലഗിരിയിൽ നിന്ന് വരുന്നവരുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ട്. ഇപ്പോൾ വിനേഷ് പറയുന്നത് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രവർത്തകരുണ്ട്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു പരിച്ഛേദം തന്നെ വയനാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രമുണ്ട് പ്രവർത്തകരുടെ ആവേശം, പങ്കാളിത്തം? ആരൊക്കെയാണ് അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? മനു. ഗോപികൃഷ്ണൻ, വലിയ ആൾക്കൂട്ടം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിയിരിക്കുന്നു. സ്ത്രീകളുടെ ഒരു വലിയ, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ നിൽക്കുകയാണ്. എപ്പം വന്നതാണ്? എവിടുന്ന വരുന്നത്? രാവിലെ 8 മണിക്ക് ഇവിടെ വന്നതാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ. എവിടുന്ന വരുന്നത്? മാനന്തവാടിയിൽ. വടകരയിൽ നിന്നാണോ? രാഹുൽ ഗാന്ധിയെ കാണാനാണോ? ഒറ്റയ്ക്കാണോ? ഇന്നലെ വന്നോ? ഒറ്റയ്ക്ക് വന്നു? കുടുംബ ഫാമിലി ആയിട്ട് വന്നു. നിങ്ങൾ എത്ര പേര് വന്നു അവിടെ നിന്ന്? 15 പേരുണ്ട്. ഫാമിലി ആയിട്ട് രാഹുൽ മാത്രം വടകരയിൽ നിന്ന്. ഇന്നലെ രാത്രിയാണ് വന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കുക എന്നുള്ള ലക്ഷ്യവുമായി രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധി നടക്കുന്ന പടയോട്ടത്തിന്റെ നമുക്ക് കിട്ടിയ കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. കാരണം വയനാട് എന്ന് പറയുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കേന്ദ്രത്തിന്റെ നടുവിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ ജനാധിപത്യത്തിന്റെ ഒരു സംരക്ഷക കവചമായി ഈ രാജ്യത്ത് ഉടനീളം നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി 5 ലക്ഷം വോട്ടുകൾക്ക് ഇവിടെ നിന്ന് ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗോപി, അതാണ് വലിയ ആവേശത്തോടു കൂടി ആളുകൾ കാത്തു നിൽക്കുന്നു. എവിടെ നിന്ന് വരുന്നു? ഞാൻ വയനാട്ടിൽ തന്നെയുള്ളതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഈ വയനാട്ടിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു മെഡിക്കൽ കോളേജ്, ഇവിടെ എയർപോർട്ടോ ഒരു റെയിൽവേ പാതയല്ല വേണ്ടത്. ഇവിടെ ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മെഡിക്കൽ കോളേജാണ്. രാഹുൽ നമ്മൾ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശത്തോടെയാണ്. എവിടെ നിന്ന് വരുന്നത്? മാനന്തവാടി. എന്ത് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിക്കും? 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഏറ്റവും പ്രധാനം ഞങ്ങളുടെ കൊച്ചു വയനാട്, എല്ലാവരും അവഗണിക്കപ്പെട്ട വയനാട് ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ബത്തേരി. ഇവിടെ വയനാട് ജില്ലയിലുള്ള ആളാണ്. വയനാട് ജില്ലക്കാരാണ്. ഞാൻ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റായ മഹിളാ കോൺഗ്രസിന്റെ വയനാട് ജില്ല. ആവേശത്തിലാണോ മഹിളാ കോൺഗ്രസ്? അതെ, ഭയങ്കര ആവേശത്തിൽ തന്നെയാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ആലക്കോട് നിന്ന് വരുന്നു. വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. 4 ലക്ഷത്തിൽ. ഈ കണ്ണൂർ, ഈ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിന്റെ ഒരു പ്രതിഫലനം കണ്ണൂരിൽ ഉണ്ടാകും. അതിന്റെ ഓളങ്ങളുണ്ട്. കേരളം മൊത്തം ഉണ്ട്. കണ്ണൂർ. എവിടുന്ന് വരുന്നു? വെള്ളമുണ്ട വയനാട്ടിൽ. എന്ത് തോന്നുന്നു ഈ ആൾക്കൂട്ടവും ഇതെല്ലാം കണ്ട്? വലിയ ആവേശം തന്നെയാണ്. വലിയ ആവേശം, എല്ലാവരും വലിയ ആവേശത്തിലാണ്. പ്രധാനമന്ത്രി ഞങ്ങളൊരു വെള്ളമുണ്ടെന്ന് ഒരു 10-30 വണ്ടി വന്നിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, അതാണ് വലിയ ആവേശത്തോടുകൂടി ആളുകൾ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കലക്ട്രേറ്റിലാണ്. ഇവിടെ എത്തിയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. എന്ത് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഇത് കണ്ടിട്ട്? വൻ വിജയം. രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരാണ്. തീർച്ചയായിട്ടും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസം. മനു, ഇപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ചില ക്രമീകരണങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇറങ്ങാൻ പോവുകയാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനൊക്കെ അദ്ദേഹം വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാണുന്നത് പോലെ തന്നെ കൽപ്പറ്റയിലേക്ക് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.